ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റി ട്രയൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്നാക്സിന്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ചൂട് ചായയുടെ കൂടെയോ കട്ടൻ ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവർക്കും അറിയാം, എന്നാലും പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം പരിപ്പ് വട. പരിപ്പ് വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പരിപ്പ് വട തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. പരിപ്പ് 2 കപ്പ്, അത് കുതിർത്തത് വേണം. പറ്റൽമുളക് 6 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി 2-3 അല്ലി, പെരുംജീരകം 1 ടേബിൾ സ്പൂൺ, ചെറിയുള്ളി 10 എണ്ണം, പച്ചമുളക് 1 എണ്ണം, കറിവേപ്പില 1 പിടി, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ പരിപ്പ് വട തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 2 കപ്പ് അളവിൽ വടപ്പരിപ്പെടുത്ത് നന്നായിട്ട് കഴുകി ഒരു 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. അപ്പോൾ ശരിക്കും കുതിർന്ന ശേഷം കുതിർന്ന പരിപ്പെടുത്ത് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കുക. പരിപ്പിലെ വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കണം. ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിലേക്ക് കുറച്ച് കുതിർത്ത് വെച്ച പരിപ്പും ഒരു 6 വറ്റൽമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഇഞ്ചി 3-4 പീസായാലും കുഴപ്പമൊന്നുമില്ല, 2-3 വെളുത്തുള്ളി അല്ലിയും കൂടെ 1 ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകവും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കാതെ വേണം നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള പരിപ്പും കൂടി മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം അതും ഈ ബൗളിലേക്ക് തന്നെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായി കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും പിന്നെ നേരത്തെ ഒരു ചെറിയ ബൗളിൽ എടുത്ത് വെച്ചിരിക്കുന്ന കുതിർത്ത പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തുകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്താലും എടുക്കുന്ന കൈകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറേശ്ശെ എടുത്ത് ഉരുട്ടി ഉരുള പിടിക്കണം. ഇതുപോലെ ഉരുള കൈക്കകത്ത് വെച്ച് തന്നെ മറ്റേ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അരികെല്ലാം ഇങ്ങനെ കൈകൊണ്ട് തന്നെ അമർത്തി ഷേപ്പ് ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലോ അല്ലെങ്കിൽ മീഡിയത്തിനും ലോയ്ക്കും ഇടയിലോ വെക്കാം. നമുക്കൊരു സിമ്മിലിട്ടാലോ ഒക്കെ ആയിരിക്കും. ഉരുളകളുണ്ടല്ലോ, നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച ഈ പരിപ്പ് വട നമുക്ക് ഇപ്പോൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം നന്നായി മുരിഞ്ഞു കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ പരിപ്പോടെയും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബ്രൗണിഷ് കളർ ആവുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത പരിപ്പോട കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. ബൈ.